ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് ഒക്കെ ഇങ്ങ് അടുത്തു. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പുൽക്കൂട് നമുക്ക് സെറ്റ് ചെയ്താലോ? ഈ പുൽക്കൂടിന്റെ പ്രത്യേകത എന്താണെന്നോ? നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഞാൻ ഈ പുൽക്കൂട് ചെയ്തിരിക്കുന്നത്. ഇറ്റാലിയൻ സ്റ്റൈൽ പുൽക്കൂടാണ്. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ബെത്ലഹേമിന്റെ സിറ്റി, ചെറിയ കടകൾ, വെള്ളച്ചാട്ടം ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം കാർഡ്ബോർഡ് ബോക്സസ് ഒക്കെ അടുക്കി വെച്ച് ഇതേപോലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. അതിനുശേഷം കട്ടിയുള്ളൊരു തെർമോക്കോൾ എടുക്കുക. അതിൽ നമുക്ക് ബിൽഡിങ്സ് ഒക്കെ ഒന്ന് വരച്ചെടുക്കണം. നല്ല മല്ലമ്പണിയൊക്കെ ഞാൻ ഹസ്ബൻഡിനോട് ചെയ്യാൻ പറയും. പിന്നെ അതിൽ നിന്ന് കുറച്ച് തെർമോക്കോളൊക്കെ കുറച്ച് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. കാരണം പഴയ ബിൽഡിങ്ങുകളാണല്ലോ, അപ്പോൾ ഭിത്തിയൊക്കെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇളകി പോരുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തു. ഇങ്ങനെ വരും. വീടൊക്കെ നല്ല കുളമായിട്ടുണ്ട്. എന്നാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും ചെയ്തു വരുമ്പോൾ. ഇനി ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് തേക്കാം. ഈ തേക്കുന്ന സമയത്ത് കുറച്ച് കൈ വെച്ചൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു പഴയ വീടിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു 3D ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് തെർമോക്കോൾ കട്ട് ചെയ്യേണ്ടി വരും ചില സ്ഥലത്ത്, കുറച്ച് തെർമോക്കോൾ ആഡ് ചെയ്യേണ്ടി വരും. എന്നാലാണ് ഒരു 3D ലുക്ക് വരുള്ളൂ. ഇനി പെയിന്റ് അടിക്കുന്ന സമയത്ത് നല്ല വൈബ്രൻറ്റ് കളേഴ്സൊന്നും അടിക്കരുത്. പഴയ കാലത്തൊക്കെ കിട്ടുന്ന മാതിരിത്തെ പെയിന്റ് വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. മോനും പെയിന്റ് ചെയ്യാൻ വന്ന് നിൽപ്പുണ്ട്. പെയിന്റ് ചെയ്ത് പെയിൻ്റൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് കണ്ടോ, സൈഡിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് ഇളക്കി ആ തെർമോക്കോളൊക്കെ ഒന്ന് ശരിയാക്കി. അതൊരു ചെറിയ കട്ട് ചെയ്ത് കളയുന്ന ഭാഗത്തൊക്കെ ഞാൻ കുറച്ച് കല്ലുകൾ പോലെ സോൾഡറിങ് അയൺ വെച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്തൊരു കുറച്ച് ഡാർക്ക് കളർ പെയിൻ്റാണ് ഞാൻ കോട്ട് ചെയ്തേക്കുന്നത്. എന്നാലാണ് ആ ഒരു ഭംഗി വരുള്ളൂ. സൈഡിലൊരു ഇത്തിരി ഡാർക്ക് പെയിൻറ് ഒരു ഫാൻ ബ്രഷ് ഞാൻ ഉപയോഗിച്ച് ഡ്രൈ ബ്രഷിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു ഫീല് വരും. ഇതുപോലെ പയ്യെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് പയ്യെ പയ്യെ ഇന്ന് ടാപ്പ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ പാറ്റേൺ കിട്ടുന്നത്. അത് ചെയ്താൽ നല്ലതായിരിക്കും. കാർഡ്ബോർഡ് വെച്ചതിന് ശേഷമുള്ള പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അവിടെ പോയി നോക്കിയാൽ കാണും നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റുന്നു. ഇനി ഐസ്ക്രീം സ്റ്റിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ വീടിൻ്റെ ജനലും വാതിലും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യുക. കാരണം കുറച്ച് ഒരു പ്ലെയിൻ ക്രീം കളറാണല്ലോ നമ്മുടെ ബിൽഡിങ്സ് ഒക്കെ. താഴെ പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. ഇനി വയറിങ് ചെയ്യുന്നത് നല്ലൊരു പണിയാണ്. പുറകിൽ നിന്ന് നമ്മുടെ സാധാരണ വാം ലൈറ്റ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് പുറകിൽ നിന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് പുറത്ത് ലൈറ്റ് മാത്രം കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് ആ ടേപ്പൊക്കെ ഒട്ടിച്ചിരിക്കുന്നതിന് മുകളിൽ കൂടെ പെയിന്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ടേപ്പൊക്കെ കാണും പുറത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി കുറച്ച് കൂടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ഇനി ഇടുന്നതായിരിക്കും.